ആ മനുഷ്യരുടെ കാര്യങ്ങൾ സാഹിത്യത്തിൽ എഴുതാറില്ലേ? തെറ്റായി എഴുതുന്നു. മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ കൽപ്പനയിൽ കൂടി അവരെ തേടേണ്ട ആവശ്യം? ഇങ്ങനെ പറഞ്ഞ് ഭൂപതി ചാരുവിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് തുടർന്നു. ഞാൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കുന്നു? അതു പറയാൻ മേഘനാദവധ കാവ്യമോ കവി കങ്കണ ചണ്ഡിയോ വായിക്കണോ? തനിക്ക് കാവ്യവും കവിതയുമൊന്നും മനസ്സിലാവില്ല എന്ന അഹംഭാവമാണ് ഭൂപതിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അമലിൻ്റെ ലേഖനം നല്ല പോലെ മുഴുവൻ വായിച്ചില്ലെങ്കിലും അതിനോട് മനസ്സിൽ ഒരു പ്രത്യേക അനുഭാവം തോന്നി. ഭൂപതി വിചാരിച്ചു, പറയത്തക്കതായി ഒന്നുമില്ല, എന്നിട്ടും അനർഗളം പറഞ്ഞുകൊണ്ടിരിക്കുക. തലതല്ലി ശ്രമിച്ചാലും അതെനിക്ക് സാധ്യമാവില്ല. അമലിന് ഇത്രയധികം കഴിവുണ്ടെന്ന് ഞാനെന്നല്ല, ആരാണ് അറിഞ്ഞിരിക്കുന്നത്? തനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് സമ്മതിക്കുമെങ്കിലും കാവ്യാസ്വാദനം എന്ന സാഹിത്യ വിഭാഗത്തോട് അവഗണന ഉണ്ടായിരുന്നില്ല. ലേഖകൻ ദരിദ്രനാണെങ്കിൽ അദ്ദേഹത്തിന് വായിച്ചു കേൾപ്പിച്ചാൽ അത് പുസ്തകമാക്കാനുള്ള ചെലവ് കൊടുക്കാറുണ്ട്. ലേഖകനെ ഭൂപതി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാറുണ്ട്. പുസ്തകം തനിക്കായി അർപ്പിക്കാതിരിക്കണം. ബംഗാളിയിൽ പുറത്തിറങ്ങുന്ന ചെറുതും വലുതുമായ എല്ലാ വാരികകളും മാസികകളും പേരുകേട്ടതും കേൾക്കാത്തതുമായ എല്ലാ പുസ്തകങ്ങളും ഭൂപതി വാങ്ങിക്കും. എന്നിട്ട് പറയും, ഒന്നാമത് വായിക്കലില്ല, അത് വാങ്ങിക്കാതിരിക്കുകയും ചെയ്താൽ പാപമാകും, അതിന് പ്രായശ്ചിത്തവും ഉണ്ടാവില്ല. വായിക്കാറില്ലെങ്കിലും നല്ലതല്ലാത്ത പുസ്തകങ്ങളെ വെറുക്കാറില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ ബംഗാളി പുസ്തകങ്ങളുടെ ശേഖരണവും ലൈബ്രറിയും നിറഞ്ഞിരിക്കും. അമൽ ഭൂപതിയെ ഇംഗ്ലീഷ് പ്രൂഫ് വായിച്ച് തിരുത്തലിൽ സഹായിക്കാറുണ്ട്. ഒരു ദിവസം ഏതോ ഒന്നിലെ കൈയക്ഷരം മനസ്സിലാകാതെ വരികയാൽ ആ ഒരു കെട്ട് കടലാസുമായി അമൽ ഭൂപതിയുടെ മുറിയിലേക്ക് വന്നു. ഭൂപതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമൽ, നീ ആഷാഢത്തിലെ ചന്ദ്രനെ പറ്റിയോ ഭാദ്രമാസത്തിലെ വിളഞ്ഞ പനന്തേങ്ങയെക്കുറിച്ചോ എത്ര വേണമെങ്കിലും എഴുതൂ. അതിൽ എനിക്കൊരു വിരോധവുമില്ല. ഞാൻ ആരുടെയും സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കുകയില്ല. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യത്തിനോട് എന്തിനീ വിരോധം? എല്ലാം എന്നെ വായിച്ചു കേൾപ്പിക്കാതെ, എന്നെക്കൊണ്ട് വായിപ്പിക്കാതെ നിന്റെ ചേടത്തിയമ്മ എന്നെ വിടില്ല. ഇതെന്ത് അന്യായമാണ്? അമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ദേ ചേടത്തിയമ്മ, ചേട്ടനെ അവർ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു. സാഹിത്യരസത്തിനോട് വിമുഖനായ ഭൂപതിയുടെ അടുത്ത് തൻ്റെ വേദന നിറഞ്ഞ ലേഖനങ്ങൾ കൊണ്ടുവന്ന് ചെയ്ത അന്യായത്തിൻ്റെ പേരിൽ അമലിന് ചാരുവിനോട് അത്യന്തം ദേഷ്യം തോന്നി. ചാരുവിനത് മനസ്സിലായി സ്വയം ചോദിച്ചു. വിഷയം മറ്റൊന്നിലേക്ക് മാറ്റാനായി ചാരു പറഞ്ഞു, ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ എഴുതുക എന്ന ഉപദ്രവം ഉണ്ടാവില്ല. ഭൂപതി പറഞ്ഞു, ഇക്കാലത്തെ ആൺകുട്ടികൾ ഞങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവരല്ല. ഇത്ര വലിയ കവിത്വം, ജോലിയിലും മിടുക്കൻ, എന്നിട്ടെന്തേ കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കാനായില്ലല്ലോ? ചാരു പോയ ശേഷം ഭൂപതി അമലിനോട് പറഞ്ഞു, അമൽ, എനിക്ക് സദാസമയം ഈ പേപ്പറിൻ്റെ കാര്യങ്ങളിൽ മുഴുകിക്കഴിയണം. ചാരു പാവം, വളരെ ഒറ്റയ്ക്കാവുന്നു, ഒരു ജോലിയുമില്ല. ഞാനിരുന്ന് എഴുതുന്ന മുറിയിൽ ഇടയ്ക്ക് വന്ന് എത്തി നോക്കി പോകും. എന്തു ചെയ്യുമെന്ന് പറയ്. നീ അവളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവൾ അതിൽ മുഴുകിക്കഴിയുകയാണെങ്കിൽ നന്നായിരുന്നു. ഇടയ്ക്ക് ഇംഗ്ലീഷ് കവിതകൾ ബംഗാളിയിലാക്കി കേൾപ്പിച്ചാലും നല്ലതാണ്. അവൾക്കത് ഇഷ്ടമാകും. ചാരുവിന് സാഹിത്യത്തിൽ രുചിയുമുണ്ട്. അതുണ്ട്, ചേടത്തിയമ്മ കുറച്ചുകൂടി പഠിക്കുകയാണെങ്കിൽ വളരെ നല്ല പോലെ എഴുതാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഭൂപതി ചിരിച്ചു പറഞ്ഞു, അത്രയ്ക്കൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ചാരുവിന് ബംഗാളിയിൽ എഴുതാനുള്ള കഴിവ് എന്നെക്കാളും ഉണ്ട്. മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ട്. ഭാവനാശക്തിയും ധാരാളമുണ്ട്. സ്ത്രീകളിൽ ഇത്രയും കാണുന്നത് വിരളമാണ്. പുരുഷന്മാരിലും അത് കുറവാണ്. ഞാൻ തന്നെ അതിന് സാക്ഷി. ശരി, നിന്റെ ചേടത്തിയമ്മയെ നല്ല പോലെ പഠിപ്പിച്ച് വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നതാണ്. എന്താണെന്ന് കേൾക്കട്ടെ? നിന്റെ ചേടത്തിയമ്മയെ പോലെ ഒരുവളെ നിനക്ക് വേണ്ടി തേടിത്തരും. അയ്യോ, പിന്നെ അതിനെയും പഠിപ്പിച്ചെടുക്കണോ? ജീവകാലം മുഴുവനും ഓരോരുത്തരെ പഠിപ്പിച്ച് കഴിയണോ? അവർ സഹോദരന്മാർ ഈ കാലത്തെ പുരുഷന്മാരാണ്.
അവർക്ക് വായിൽ വന്നതെന്തും പറയാൻ ഒരു വിഷമവുമില്ല. 4. വായനക്കാർക്കിടയിൽ നല്ല പേര് സമ്പാദിച്ച അമൽ ഇന്ന് തല ഉയർത്തിപ്പിടിച്ചു തന്നെ നടക്കുന്നു. ആദ്യം വെറും സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ ആയിരുന്നു. ഇന്ന് സമൂഹത്തിലെ മാന്യരിലൊരാളായി ഉയർന്നിരിക്കുന്നു. ഇടയ്ക്ക് സമ്മേളനങ്ങളിൽ സാഹിത്യ പ്രബന്ധങ്ങൾ വായിക്കുന്നുണ്ട്. പത്രാധിപന്മാരും അവരുടെ പ്രതിനിധികളും വീട്ടിൽ വരാൻ തുടങ്ങി. ക്ഷണിച്ചുകൊണ്ടുപോയി സഭാപതിയാക്കുകയും വീണ്ടും സഭാപതിയാക്കാനുള്ള ക്ഷണവും നല്ല ഭക്ഷണവും കൊടുക്കുക പതിവായി. ഭൂപതിയുടെ വീട്ടിലെ വേലക്കാർ, വേലക്കാരികൾ, ബന്ധുക്കൾ എന്നിവരുടെ ദൃഷ്ടികളിലും അമലിൻ്റെ സ്ഥാനം വളരെ ഉയർന്നു. മന്ദാകിനി ഇത്രയും നാൾ അമലിനെ ഒട്ടും വകവെച്ചിരുന്നില്ല. അമലും ചാരുവും തമ്മിലുള്ള സംഭാഷണവും ചിരിയും വെറും കുട്ടിക്കളിയായി കരുതി അവരെ ഒഴിവാക്കി സ്വയം വെറ്റില ചെല്ലവും വെച്ച് ഇരിക്കുകയാണ് പതിവ്. താൻ അവരെക്കാളും ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് കൂടുതൽ ഉപയുക്തയാണെന്ന് അഭിമാനിച്ച് ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. അമലിന് വെറ്റില മുറുക്കൽ വളരെയധികം പ്രിയമാണ്. താമ്പൂലമുണ്ടാക്കുന്ന ഭാരം മന്ദയ്ക്കായിരുന്നതുകൊണ്ട് അത് കിട്ടാൻ ഒരു വിഷമവുമില്ലായിരുന്നു. ചിലപ്പോൾ വേണ്ടെങ്കിലും അതെടുത്തു കൊണ്ടുവരും. മന്ദയുടെ വെറ്റില ചെല്ലം നിറഞ്ഞു കണ്ടാൽ അമലും ചാരുവും കൂടി അത് കാലിയാക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ അവർ പ്രത്യേകം ആനന്ദവും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ താമ്പൂല കള്ളന്മാരുടെ ഇത്തരം ഹാസ്യം മന്ദയ്ക്ക് സന്തോഷകരമായി തോന്നാറില്ല. വാസ്തവം പറഞ്ഞാൽ ഒരു ആശ്രിത മറ്റൊരു ആശ്രിതനെ സന്തോഷത്തോടെ കാണുന്നില്ല. അമലിനു വേണ്ടി മന്ദയ്ക്ക് ഈ വീട്ടിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതിൽ മന്ദയ്ക്ക് സ്വയം അപമാനിക്കപ്പെടുകയല്ലേ എന്ന് തോന്നാൻ തുടങ്ങി. ചാരു അമലിൻ്റെ ഭാഗം പറയുന്നതിനാൽ മന്ദയ്ക്ക് വായ തുറന്നൊന്നും പറയാനും കഴിയുന്നില്ല. എന്നാലും ആവുന്നതും അമലിനെ അവഗണിച്ചു കൊണ്ടിരുന്നു. സമയവും സൗകര്യവും കിട്ടുമ്പോൾ വേലക്കാരോടും അമലിനെതിരെ ഓരോ ഏഷണികൾ പറഞ്ഞുകൊടുക്കും. വേലക്കാർക്കും അതിൽ ചേർന്ന് പറയാനുണ്ടാവും. എന്നാൽ അമലിൻ്റെ ഉയർച്ച ആരംഭിച്ചപ്പോൾ മന്ദ ആശ്ചര്യപ്പെടാൻ തുടങ്ങി. പണ്ടത്തെ അമലല്ല ഇപ്പോൾ. സംശയമോ വിനയഭാവമോ ഇല്ല. മറ്റുള്ളവരെ വിലവയ്ക്കാതിരിക്കുവാനുള്ള അധികാരം ഇപ്പോൾ തനിക്കുമുണ്ടെന്ന പോലെ. ജീവിതത്തിൽ ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞ ശേഷം നിസ്സംശയമായും യാതൊരു കുണ്ഠിതമില്ലാതെയും സ്വയം പ്രചാരം നടത്താൻ കഴിയുന്ന പുരുഷൻ തീർച്ചയായും ആ അധികാരം നേടിയിരിക്കുന്നു. ആ പുരുഷന് വളരെ എളുപ്പമായി സ്ത്രീകളുടെ ദൃഷ്ടിയെ ആകർഷിക്കാൻ കഴിയും. അമലിന് എല്ലായിടത്തു നിന്നും ബഹുമാനം ലഭിക്കുന്നത് കണ്ട മന്ദ ഇപ്പോൾ അമലിൻ്റെ മുഖത്തേക്ക് കണ്ണുയർത്തി നോക്കാൻ തുടങ്ങി. അമലിൻ്റെ യുവമുഖത്തെ പുതുഗൗരവത്തിൻ്റെ ഉജ്ജ്വല ദീപ്തി മന്ദയുടെ നയനങ്ങളിൽ മോഹം വർഷിച്ചു. മന്ദ അമലിനെ പുതുമ നിറഞ്ഞ ഭാവത്തോടെ കാണാൻ തുടങ്ങി. ഇപ്പോൾ താമ്പൂലമുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചെല്ലത്തിൽ നിന്ന് കട്ടെടുക്കേണ്ട ആവശ്യമില്ല. അമലിൻ്റെ കീർത്തിലാഭം ചാരുവിൻ്റെ ഒരു നഷ്ടമായി തീർന്നു. അവരിരുവരും ചേർന്നുള്ള ഗൂഢാലോചനകളും ഉപജാപ വികൃതികളും കൊണ്ട് കെട്ടിപ്പടുത്ത ബന്ധം ഇന്ന് ശിഥിലമായി. വെറ്റില മുറുക്കലിന് ഇന്ന് ഒരു കുറവുമില്ല. സ്വയം അമലിനെ തേടി എത്തുന്നുണ്ട്. അതുമല്ല, അവർ രണ്ടംഗങ്ങൾ മാത്രമുള്ള പാർട്ടിയിൽ നിന്ന് മന്ദാകിനിയെ അകറ്റി നിർത്താൻ പല കൗശലങ്ങളും പ്രയോഗിക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷം ലഭിക്കാറുള്ളത് പെട്ടെന്ന് നഷ്ടമായേക്കുമോ എന്ന ഭയവും തോന്നാൻ തുടങ്ങി. മന്ദയെ അകറ്റി നിർത്തുക വിഷമമായി. ചാരു മാത്രമാണ് അമലിൻ്റെ ഒരു സുഹൃത്ത് എന്ന അമൽ വിചാരിക്കുന്നത് മന്ദയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ആദ്യം എത്രത്തോളം അകറ്റി നിർത്തിയോ അതെല്ലാം പലിശ ചേർത്ത് ഇപ്പോൾ അടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനാൽ അമലും ചാരുവും ഒരുമിച്ചിരിക്കുന്നത് കണ്ടാലുടനെ ചാരു അവരുടെ നടുവിലേക്ക് വന്നെത്തും. ഈ വിധം ഗ്രഹണം സൃഷ്ടിക്കുന്ന ചാരുവിൻ്റെ പെട്ടെന്നുള്ള പരിവർത്തനത്തെപ്പറ്റി മന്ദയുടെ പുറകിൽ മന്ദയെ പരിഹസിക്കാനുള്ള അവസരവും ചാരുവിന് കിട്ടാതായി തുടങ്ങി. മന്ദയുടെ അവിചാരിതമായ സ്വഭാവമാറ്റം ചാരുവിന് തീരെ അനിഷ്ടമായി തീർന്നു. എന്നാൽ അമലിന് അത്ര തന്നെ തോന്നാറില്ല എന്ന് ചാരുവിന് നല്ല പോലെ മനസ്സിലാകുന്നുണ്ട്. വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന മന്ദ അവളുടെ മനസ്സിനെ അമലിൻ്റെ നേർക്ക് തിരിക്കുകയാണോ എന്നും തോന്നി.
ഈ വിധം മന്ദ തന്നിലേക്ക് തിരിഞ്ഞതായി കണ്ടപ്പോൾ അമലിനും മനസ്സിൽ ഒരു പുതിയൊരനുഭവം പോലെ തോന്നുകയാണ്. എന്നാലും മന്ദ വരുന്നതായി ദൂരത്ത് നിന്ന് കാണുമ്പോൾ ചാരു ദേ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അമൽ ചാരുവിനോട് ചേർന്ന് പറയും, അതെ അതെ, ഇനി ഉപദ്രവമായി എന്നാണ് തോന്നുന്നത് എന്ന്. ലോകത്തിലെ മറ്റെല്ലാവരോടും അടുപ്പമില്ലാതിരിക്കുക എന്നത് അവരുടെ സ്വഭാവമായി തീർന്നു. അമൽ അതെങ്ങനെ അത്ര വേഗം മാറ്റും? മന്ദാകിനി അടുത്തെത്തിയാൽ അമൽ വേണമെന്ന് വെച്ച് മന്ദാകിനിയോടായി പറയും, അപ്പോഴേ മന്ദ ചേട്ടത്തിയമ്മേ, ഇന്ന് ചെല്ലത്തിൽ നിന്ന് എത്രത്തോളം കളവ് പോയതായി കണ്ടു? മന്ദ മറുപടി പറഞ്ഞു, ഇഷ്ടമുള്ളപ്പോഴൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ചോദിച്ചു മേടിക്കുന്നതിലും അധികം സുഖം തട്ടിയെടുക്കുന്നതിലാണ്. നിങ്ങൾ എന്താണ് വായിച്ചിരുന്നത്? അത് വായിക്കൂ. നിർത്തിയതെന്തിനെ? കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. വായിക്കുന്നത് കേൾക്കാനുള്ള ഇത്ര വലിയ ഇഷ്ടം മന്ദ ഇതിനു മുമ്പ് ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ഒന്നും അറിയാത്ത മന്ദയുടെ മുന്നിലിരുന്ന് അമൽ വായിക്കുന്നത് ചാരുവിന് ഇഷ്ടമില്ല. അമലിനാണെങ്കിൽ മന്ദയും തൻ്റെ ലേഖനം കേൾക്കട്ടെ എന്ന് ചാരു പറഞ്ഞു. കമലാകാന്തൻ്റെ ദഫ്തർ എന്ന പുസ്തകത്തെപ്പറ്റി ഒരു നിരൂപണമാണ് എഴുതിയിരിക്കുന്നത്. അത് കേൾക്കാൻ മന്ദ ഉടനെ പറഞ്ഞു. ഞാനല്ലെങ്കിലും അറിവില്ലാത്തവളാണ്, എന്നാലും കേട്ടാൽ മനസ്സിലാവുമല്ലോ. മറ്റൊരു ദിവസത്തെ കാര്യം അമൽ ഓർത്തു. മന്ദയും ചാരുവും ഷീട്ടു കളിക്കുകയായിരുന്നു. അമൽ തൻ്റെ ലേഖനവുമായി അവരുടെ ഷീട്ടുകളി സഭയിലേക്ക് ചെന്നു. ചാരുവിനെ കേൾപ്പിക്കാൻ ധൃതിയുണ്ട്. അവരാണെങ്കിൽ ഷീട്ടുകളി നിർത്തുന്നില്ല. അതുകണ്ട് അമൽ നിരാശനായി. അവസാനം പറഞ്ഞു, നിങ്ങളിരുന്ന് കളിക്കൂ, ഞാൻ അഖിൽ ബാബുവിനെ വായിച്ച് കേൾപ്പിച്ചു വരാം. ചാരു ഉടനെ അമലിൻ്റെ ഷാളിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇരിക്കൂ, എങ്ങോട്ടാണ് പോകുന്നത്? വേഗം വേഗം കളിച്ച് സ്വയം തോൽക്കുകയും കളി അവസാനിപ്പിക്കുകയും ചെയ്തു. മന്ദ പറഞ്ഞു, വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ പോകുന്നു. ചാരു മര്യാദ കാണിക്കണമല്ലോ എന്ന് വെച്ചു പറഞ്ഞു. എന്തിന്? ഇരിക്കൂ, കേൾക്കാമല്ലോ. മന്ദ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് നിങ്ങളുടെ കുഴപ്പം പിടിച്ച അനാവശ്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല, ഉറക്കം വരും. അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് പോകുകയും ചെയ്തു. ആ മന്ദ ഇന്ന് കമലാകാന്തൻ്റെ ദഫ്തറിനെ കുറിച്ചുള്ള ലേഖനം കേൾക്കാൻ ഉത്സാഹം കാണിക്കുന്നു. അമൽ പറഞ്ഞു, എന്നാൽ ശരി മന്ദ ചേട്ടത്തിയമ്മേ, കേൾക്കാൻ വിചാരിച്ചത് എൻ്റെ ഭാഗ്യം. അമൽ ആദ്യം മുതൽക്ക് വായിക്കാൻ ആരംഭിച്ചു. എങ്കിലും ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ഹാസ്യരസം കലർത്തി എഴുതിയിരിക്കുന്നു. അതൊഴിവാക്കി ബാക്കി വായിക്കുക എന്നത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ചാരു പറഞ്ഞു, അനിയ, ജാഹ്നവി ലൈബ്രറിയിൽ നിന്ന് പഴയ മാസികകൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞതോ? അമൽ പറഞ്ഞു, അത് ഇന്നല്ലല്ലോ. ചാരു ഊന്നി പറഞ്ഞു, അതെ, ഇന്ന് തന്നെയാണ്. ശരി, മറന്നുപോയി എന്ന് തോന്നുന്നു. എന്തിനു മറക്കണം? പറഞ്ഞത്. ശരി ശരി, കൊണ്ടുവരൂ. ഇപ്പോൾ നിങ്ങളിരുന്ന് വായിച്ചോളൂ, ഞാൻ ചെന്ന് പരേഷിനെ ലൈബ്രറിയിലേക്ക് അയക്കട്ടെ. ചാരു എണീറ്റുപോയി. അമൽ ആപത്ത് വരുന്നുണ്ടെന്ന് മണത്തറിഞ്ഞു. മന്ദയ്ക്കും ഏതാണ്ട് മനസ്സിലായി. ചാരുവിനോട് വല്ലാത്ത വെറുപ്പ് തോന്നി. ചാരു പോയതിൻ്റെ പുറകെ അമൽ എണീറ്റു പോകുമോ എന്ന് കാത്ത് മന്ദ പതുക്കെ ചിരിച്ച് അമലിനോട് പറഞ്ഞു, ചെല്ലു ചെല്ല്, പിണങ്ങി പോയിരിക്കുകയാണ്, പിണക്കം തീർക്കൂ ആദ്യം. ഞാൻ ഇവിടെ ഇരുന്ന് വായന കേട്ടാൽ ആകെ കുഴപ്പമാകും. എന്നെ കേൾപ്പിക്കാൻ നിൽക്കണ്ട. ഇത്രയും കേട്ട് ഉടനെ എണീറ്റു പോകുക എന്നത് അമലിനും വിഷമമുള്ള പോലെ തോന്നിയതിനാൽ ചാരുവിൻ്റെ നേരെ കോപിച്ചിട്ടെന്ന പോലെ പറഞ്ഞു, എന്തു കുഴപ്പം? ലേഖനം വിസ്തരിച്ച് വായിക്കാൻ തുടങ്ങി. മന്ദ 2 കൈകൾ കൊണ്ട് കടലാസ് മറച്ചു പിടിച്ചു. പറഞ്ഞു, വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, വായിക്കേണ്ട. കണ്ണുനീർ അടക്കാനാകാതെ മന്ദ ഉടനെ അവിടെ നിന്ന് എണീറ്റുപോയി.